ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ശേഷം ദൈവം അബ്രാഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രാഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോഴവൻ, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് എന്ന് ഞാൻ അവിടെ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് കൽപ്പിച്ചു. അബ്രാഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പ് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി എന്ന് പറയുകയാണ്. തുടർന്ന് ഉള്ള ഭാഗങ്ങൾ നമുക്കറിയാം. അവിടെ ഇങ്ങനെയാണ് അബ്രാഹാമിനോട് ദൈവത്തിൻ്റെ ഒരാവശ്യപ്പെടൽ നമ്മളിവിടെ കാണുകയാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അതാരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ശേഷം ദൈവം അബ്രാഹാമിനെ പരീക്ഷിച്ചത് എന്നാൽ ദൈവം അബ്രാഹാമിനെ പരീക്ഷിക്കുകയായിരുന്നു എന്ന് ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ്. അവിടുത്തെ ഹീബ്രു നമ്മളെടുത്ത് പഠിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ ആഴമുള്ള ഒരർത്ഥം അതിൽ അടങ്ങിയിട്ടില്ലേ എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഹീബ്രു ഇങ്ങനെയാണ്: വെഹാ എലോഹീം നിസ ആത് അബ്രാഹോം എന്നാണ്. വെഹാ എലോഹീം നിസ ആത് അബ്രാഹോം. അബ്രാഹാമിനെ ദൈവം പരീക്ഷിച്ചു എന്നാണ് അതിന് ആദ്യ കാലഘട്ടത്തിൽ ഗ്രീക്കിലേക്കുണ്ടായ ഭാഷാന്തരം സൂചിപ്പിക്കുന്നത്. അതായത് സെപ്റ്റുജൻ്റ് ഭാഷാന്തരത്തിൽ അതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: എപ്പൈറാസെ എന്നാണ്. നിസ എന്ന് പറയുന്ന വാക്കാണ് അവിടെ പരീക്ഷ എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അവിടെ നിസ എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ ഭാഷാന്തരം ചെയ്യാം. അങ്ങനെ പരീക്ഷിച്ചു എന്നാണ് അതിനെ ഭാഷാന്തരം ചെയ്തിട്ടുള്ളത് എങ്കിൽ, പിന്നീടുണ്ടായ സെപ്റ്റുജൻ്റ് ഭാഷാന്തരം എന്നുള്ളത് BC 3-ാം നൂറ്റാണ്ടിലുണ്ടായ ഭാഷാന്തരമാണ്. അതിനുശേഷം AD 2-ാം നൂറ്റാണ്ടിൽ സിമാക്കസ് എന്ന് പറയുന്ന വ്യക്തി ഈ പഴയ നിയമം തന്നെ ഭാഷാന്തരം ചെയ്തിട്ടുണ്ട് ഗ്രീക്കിലേക്ക്. അദ്ദേഹത്തിൻ്റെ ഭാഷാന്തരത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേഡ് എന്ന് പറയുന്നത് എപ്പൈറാസെ എന്ന് പറയുന്ന വേഡല്ല, എഡോസാസെയിൻ എന്ന് പറയുന്ന വേഡാണ്. ഈ ഗ്രീക്ക് വേഡ് സൂചിപ്പിക്കുന്നത് ഗ്ലോറിഫൈഡ് എന്നാണ്. എന്ന് വെച്ചാൽ നിസ എന്ന് പറയുന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ ഹീബ്രുവിൽ പ്രത്യേകിച്ചും പുള്ളിയില്ലാതെയാണ് ആദ്യ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ 2 വിധത്തിൽ വായിക്കാം. നിസ എന്ന് പറഞ്ഞാൽ അതിനെ എന്താണ്, മഹത്വീകരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ഈ ഭാഗത്തെ സൂചിപ്പിക്കുന്നത് ദൈവം അബ്രാഹാമിനെ മഹത്വീകരിച്ചത് എങ്ങനെയെന്നാൽ എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന വാഗ്ദാനം, ഭാഷാന്തരം. അതിനൊരു ഒരു കാരണം നമ്മളെടുത്ത് നോക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ യഹോവയെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: യഹോവ നിസി എന്നാണ്. എന്ന് വെച്ചാൽ എൻ്റെ കർത്താവിൻ്റെ ജയക്കൊടിയാണ്. അവിടെ നിസി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ജയക്കൊടി, മഹത്വത്തിൻ്റെ കൊടി എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഈ വാക്കിന് മറ്റൊരർത്ഥമുണ്ട് എന്ന് അദ്ദേഹം പറയാൻ കാരണം. പ്രിയമുള്ളവരെ, ഈ ഒരു കാരണം അബ്രാഹാമിനെ ദൈവം ഇവിടെ പരീക്ഷിക്കുവാനല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്, നേരെ മറിച്ച് അബ്രാഹാമിനെ മഹത്വീകരിക്കുവാനാണ്. അല്ലെങ്കിൽ അബ്രാഹാമിൻ്റെ ഈ പരീക്ഷണം അബ്രാഹാമിൻ്റെ മഹത്വീകരണമായിരുന്നു എന്ന് നമ്മൾ പിന്നീടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നു. ഇന്ന് അബ്രാഹാമിനെ നമ്മൾ അബ്രാഹാമായി കാണുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷണമാണ്. പക്ഷേ ഈ അനുഭവമാണ്. ഇതിനേക്ക് നമ്മളെന്തോ അടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് എന്താണ്, അബ്രാഹാമിനെ വിളിച്ചിട്ട് അബ്രാഹാമിനോട് പറയുന്നു, നീ നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്നരുളി ചെയ്തു. ഇവിടെ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം,
ദൈവം പ്രത്യേകം വളരെ സ്പെസിഫിക്കായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ ദൈവം ആവശ്യപ്പെടുന്നത് ഒരു യാഗം കഴിക്കാനാണ്. അബ്രാഹാമിനോട് യാഗം കഴിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവൻ്റെ ആടുകളിൽ ഒന്നിനെ യാഗം കഴിക്കാനല്ല ദൈവം ആവശ്യപ്പെടുന്നത്. അവൻ്റെ മൃഗസമ്പത്തുകളിൽ കാളക്കൂറ്റനിൽ ഒന്നിനെ യാഗം കഴിക്കാനല്ല അവനോട് ആവശ്യപ്പെടുന്നത്. അവൻ്റെ ദാസന്മാരിൽ ആരെങ്കിലും യാഗമല്ല അവൻ ആവശ്യപ്പെടുന്നത്. അവന് മറ്റൊരു മകൻ കൂടെയുണ്ട്, ഇഷ്മായേൽ കൂടിയുണ്ട്. അവനെയല്ല ദൈവം ആവശ്യപ്പെടുന്നത്. ഇവിടെ വളരെ സ്പെസിഫിക്കായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നൊരു വാക്യമുണ്ട്. അപ്പോഴവൻ നിൻ്റെ മകനെ, അതിനെ സ്പെസിഫൈ ചെയ്യുന്നു, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് ചെന്ന് എന്ന് പറയുകയാണ്. ഇസഹാക്ക് എന്ന് പറയുന്നത് അവൻ്റെ വാർദ്ധക്യത്തിൽ അവനുണ്ടായ മകനാണ്. ആ ഇസഹാക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചിരി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അബ്രാഹാമിൻ്റെയും സാറായുടെയും വാർദ്ധക്യത്തിൻ്റെ ചിരിയാണ് ഇസഹാക്ക്. ആ കുഞ്ഞിനെ അവരിൽ നിന്ന് എടുത്തു മാറ്റിയ പിന്നെ അവരുടെ ജീവിതത്തിൽ എന്താണ് അവരെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ളത്? അതാണ് ദൈവം അവനോട് ചോദിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ ഈ വലിയ ഒരു ചോദ്യം അവനോട് ആവശ്യപ്പെടുമ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഈ വാക്കാണ് എന്നെ ഇതിലേക്ക് പ്രത്യേകമായിട്ട് സ്വാധീനിച്ചതായിട്ടുള്ളൊരു വാക്ക്. ഇതാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നു. അതായത് അബ്രാഹാമേ എന്ന് വിളിച്ചിട്ട് അവനോട് പറയുന്നത്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ എന്നുള്ള പ്രയോഗം. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ പറ്റി പറയുമ്പോൾ കർത്താവ് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് നീ സ്നേഹിക്കുന്ന ഇസഹാക്ക്. ഇവിടെ ദൈവം സ്നേഹത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പഴയ നിയമ പുസ്തകത്തിലെ സ്നേഹത്തെ ദൈവം അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇത് എന്നുള്ളത് വളരെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് സ്നേഹത്തിൻ്റെ ഒരു ചിത്രമായിട്ട് ആർക്കും വായിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ചിത്രമാണിത്. എല്ലാവരെയും ഭേദിപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്. ഒരു ഉൾക്കിടിലം കൂടാതെ ഈ വേദഭാഗം വായിക്കാൻ ആർക്കാണ് കഴിയുക? പക്ഷേ ഒരു സെമിറ്റിക് മെത്തേഡിൽ നമ്മൾ പറഞ്ഞ അവരുടെ രീതിയിൽ പറയുന്നത് ലോ ഓഫ് ഫസ്റ്റ് മെൻഷൻ എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. ഒരു വാക്ക് പഴയ നിയമത്തിൽ എവിടെയാണോ ആദ്യം പരാമർശിക്കപ്പെടുന്നത് അതാണ് ആ വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്നാണ് ആ തിയറി പ്രകാരം പറയുക. സ്നേഹമെന്ന് പറയുന്ന വാക്ക് പഴയ നിയമത്തിൽ കാണുന്നത് ഇവിടെയാണ്. എവിടെയാണ് ആ സ്നേഹം കാണുന്നത്? നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ. വേദപുസ്തകം സ്നേഹത്തെപ്പറ്റി നമുക്ക് കാട്ടിത്തരുന്ന ഒരു വലിയ പരാമർശമാണിത്. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനുഷ്യനോട് ദൈവം കാട്ടിത്തരുന്നത് അബ്രാഹാമിന് ഇസഹാക്കിനോട് തോന്നുന്ന ആ ബന്ധത്തെയാണ് സ്നേഹമെന്ന് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരപ്പന് തൻ്റെ മകനോടുള്ള സ്നേഹം വളരെ നിർവ്യാജമായ സ്നേഹമാണ്. എല്ലാ അപ്പന്മാരും അമ്മമാരും തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. അവരെ വളരെയേറെ അവരെ കരുതി അവരാണ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാമായിട്ട് കരുതുന്നു. പക്ഷേ ഒത്തിരിയേറെ കുട്ടികളുള്ള അപ്പനും അമ്മമാരും കുഞ്ഞുങ്ങളെ ഈ വിധത്തിൽ സ്നേഹിക്കുമ്പോൾ വാർദ്ധക്യമായിട്ട് ഒരു കൊച്ചു പോലും ഉണ്ടാകാതെ കാത്ത് കണ്ണീരോടെ ഇരുന്ന വൃദ്ധദമ്പതികൾക്ക് അവരുടെ വാർദ്ധക്യത്തിൽ ഉണ്ടായൊരു കുഞ്ഞ്, അതാണ് ഇസഹാക്ക്. അങ്ങനെ ഒരു കുഞ്ഞിനെ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ സ്നേഹത്തെ വിവരിക്കുവാൻ ആർക്കാണ് കഴിയുക? അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് ദൈവം ഇവിടെ ബലി കഴിക്കാൻ ആവശ്യപ്പെടുന്നത്. ആ സ്നേഹത്തെ പറ്റി പറയാനാണ് ദൈവം ഇവിടെ ഈ വാക്കുപയോഗിച്ചിരിക്കുന്നത്, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ. അപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ന് പലതരത്തിലുള്ള സ്നേഹമുണ്ട്. ഈ പലതരത്തിലുള്ള സ്നേഹങ്ങളുടെ എല്ലാം മുമ്പിൽ യഥാർത്ഥമായ മാനുഷിക സ്നേഹത്തിൽ ഏറ്റവും പ്യൂരിറ്റി ഉള്ള ഒരു സ്നേഹം കർത്താവ് എടുത്ത് കാണിച്ചിട്ട് ഇതാണ് സ്നേഹമെന്നും മാനുഷിക തലത്തിൽ അവൻ വെളിപ്പെടുത്തി തരികയാണ്. എന്താണ്? ഒരപ്പന്
തൻ്റെ കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹം. അതാണ് ഏറ്റവും പ്യൂരിറ്റി ഉള്ള സ്നേഹം, ഏറ്റവും പരമമായ സ്നേഹം എന്നിവിടെ കർത്താവ് നാം കാട്ടിത്തരുന്നു. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനെ നീ കൊണ്ടുപോയി ദൈവത്തിന് ബലി കഴിക്കുക. അബ്രാഹാം ഈ കാര്യം എങ്ങനെ തൻ്റെ ഭാര്യയോട് പറയും എന്നതിനെപ്പറ്റി അദ്ദേഹം വളരെയേറെ ശങ്കിക്കുന്നതായിട്ടും ഭയപ്പെടുന്നതായിട്ടും വേദപുസ്തകത്തിൽ ഇതരമായിട്ടുള്ള യഹൂദ കൃതികളിൽ പറയുന്നുണ്ട്. അതിൽ അബ്രാഹാം സാറായുടെ അടുക്കൽ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. സാറായെ വിളിച്ചിട്ട് സാറായോട് പറയുന്നു, നമ്മളുടെ മകനെ നാം വളരെയേറെ സ്നേഹിക്കുന്നു, പക്ഷേങ്കിലും അവന് പ്രായമായിക്കൊണ്ടിരിക്കുന്നു, അവനെ പഠിപ്പിക്കേണ്ട സമയമായി, ഇനിയും പഠിപ്പിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരപ്പൻ തൻ്റെ കുഞ്ഞുങ്ങളിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അപ്പനോട് മകനോടുള്ള സ്നേഹം കൊണ്ട്, അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം കൊണ്ട് അവനെ പഠിക്കാൻ വിടുന്നില്ല, അവനെ പഠിപ്പിക്കുന്നില്ല എന്നെങ്കിൽ, അവന് വളരാൻ, ഈ ലോകത്തിൽ വളരാൻ അവകാശമില്ലാത്തവനാക്കി തീർക്കുന്നെങ്കിൽ ആ സ്നേഹം വളരെ ക്രൂരതയാണ്. അതുകൊണ്ട് നമ്മുടെ സ്നേഹം അങ്ങനെ ആവരുത്. ഈ കുഞ്ഞിനെ പുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി അവനെ ഞാൻ പഠിപ്പിക്കേണ്ടതായിട്ടില്ലേ, അതുകൊണ്ട് അവനെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകട്ടെ എന്നാണ് അബ്രഹാം ചോദിക്കുന്നത്. അപ്പോൾ സാറ അതിന് കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്. എൻ്റെ ആത്മാവ് അവൻ്റെ ആത്മാവിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുക, പക്ഷേ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇവിടെ ആ അമ്മ പറയുന്ന വാക്കിൽ വളരെ ശ്രദ്ധേയമായ സ്നേഹത്തിൻ്റെ മറ്റൊരു നിർവചനമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഒരുവൻ്റെ ആത്മാവ് മറ്റൊരുവൻ്റെ ആത്മാവിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ, അതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരു വ്യക്തി രണ്ട് ശരീരങ്ങളായിട്ട് ജീവിക്കുമ്പോഴും ഒരാൾ മറ്റൊരാളുടെ ആത്മാവിൽ തൻ്റെ ആത്മാവ് കുടുങ്ങപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, ഇവിടെ അബ്രഹാം തൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനായി കൊണ്ടുപോയി എന്നാണ് ആ കഥയിൽ ഓർമ്മപ്പെടുത്തുന്നത്. അത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമായി എനിക്ക് തോന്നുന്നു. കാരണം മോറിയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, മോർ എന്ന് പറഞ്ഞാൽ ഹീബ്രുവിൽ അല്ലെങ്കിൽ സൊറിയാനിയിൽ എൻ്റെ ഗുരു എന്നാണ്. മോറിയ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യാഹ് എന്നാണ്. മോറിയ എന്ന് പറഞ്ഞാൽ യഹോവ എൻ്റെ ഗുരുവാകുന്നു. അപ്പോൾ മോറിയയിലേക്ക് അദ്ദേഹം തൻ്റെ കുഞ്ഞുമായി നയിക്കുകയാണ്, ആ ഗുരുവിൻ്റെ അടുക്കിലേക്ക് ദൈവത്തിൽ നിന്ന് പഠിക്കുവാൻ. എന്താണ് അവിടെ ദൈവം പഠിപ്പിക്കുന്നത്? എന്താണ് മോറിയയിൽ ദൈവം പഠിപ്പിക്കുന്നത്? അവിടെ നമ്മൾ ഒന്ന് ദൈവം ഇവിടെ പഠിപ്പിക്കുന്ന അബ്രഹാമിനോട് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചെടുക്കുന്ന കാര്യം. പക്ഷേ തൻ്റെ കുഞ്ഞുമായി ചുമന്നുകൊണ്ടുപോയി അബ്രഹാം തൻ്റെ കുഞ്ഞിനെ കെട്ടി ആ യാഗപീഠത്തിന്മേൽ കടത്തിയെന്നും പിന്നീട് അവൻ തൻ്റെ വാളെടുത്ത കുഞ്ഞിൻ്റെ നേരെ ഓങ്ങിയെന്നും നമ്മൾ കാണുകയാണ്. പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോഴറിയുന്നു എന്നരുളി ചെയ്തു. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അബ്രഹാം തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ബലി വയ്ക്കുവാൻ തയ്യാറായപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കാണപ്പെടുന്ന യഥാർത്ഥത്തിലുള്ള സ്നേഹം അബ്രഹാമിന് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തേക്കാൾ വലുതായിട്ട് അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹമാണ് ഈ ഭാഗം വെളിപ്പെടുത്തുന്നത്. തൻ്റെ കുഞ്ഞിനെ ബലി കൊടുക്കുവാൻ, അവൻ സ്നേഹിക്കുന്ന കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി ബലി കൊടുക്കുവാൻ അവൻ തയ്യാറാകുമ്പോൾ അത് വെളിപ്പെടുത്തുന്ന ആ ചിത്രം, ആ മോറിയ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചിത്രമില്ലേ? ആ ചിത്രം അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹമാണ്. പ്രിയമുള്ളവരെ, അപ്പം മോറിയ എന്ന് നമുക്കൊരു വലിയൊരു അടയാളമാണ്. ഓരോ വിശ്വാസിയും തൻ്റെ ദൈവത്തോട് പുലർത്തേണ്ട വലുതായിട്ടുള്ളൊരു സ്നേഹം. പുതിയ നിയമത്തിൽ
ലും പഴയ നിയമത്തിലും ഒരുപോലെ പുതിയ നിയമത്തിൽ കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ്? പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട്, നിങ്ങൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ രണ്ട് സ്നേഹത്തിൻ്റെ കൽപ്പനകളായി പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണമെന്നും നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും കർത്താവ് ചുരുക്കുകയാണ്. ഇവിടെ പൂർണ്ണ ശക്തിയോടെയുള്ള, പൂർണ്ണ ഹൃദയത്തോടെയുള്ള, പൂർണ്ണ ആത്മാവയോടെയുള്ള ആ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന യഥാർത്ഥ ചിത്രം അബ്രാഹാമിൻ്റെ ഈ ബലിയല്ലേ. ഇതുപോലെ അബ്രാഹാം തനിക്കെല്ലാമായത് ബലി കഴിക്കുവാൻ തയ്യാറായതുപോലെ ദൈവത്തിന് വേണ്ടി ബലി കഴിക്കുവാൻ തയ്യാറാകുന്ന ഒരു ഭക്തനാകണമെന്നല്ലേ? അങ്ങനെ ഒരു വലിയ സ്നേഹമാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണിക്കേണ്ടതെന്നല്ലേ ഈ ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത്? ഒരു വിശ്വാസിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടുള്ളൊരു വലിയ സ്നേഹം, ഒരു വലിയ ആ മനോഭാവമാണ് ഇത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പക്ഷേ ഈ രണ്ട് തലങ്ങൾക്ക്, ഈ സ്നേഹത്തിൻ്റെ ഈ രണ്ട് തലങ്ങൾക്കും അപ്പുറമായി നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു തലമുണ്ട്. അബ്രാഹാം തൻ്റെ കുഞ്ഞിനെ ബലി കഴിക്കുവാൻ, അവൻ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ അവൻ ദൈവത്തിന് വേണ്ടി തയ്യാറായപ്പോൾ ഇവിടെ വെളിപ്പെടുന്ന യഥാർത്ഥത്തിലുള്ള ചിത്രം നമ്മളീ കണ്ട രണ്ട് ചിത്രമല്ല. അബ്രാഹാമിന് ഇസഹാക്കിനോടുള്ള സ്നേഹമോ അബ്രാഹാമിന് ദൈവത്തോടുള്ള സ്നേഹമല്ല ഇവിടെ വെളിപ്പെടുന്നത്. മറിച്ച് ദൈവത്തിന് അബ്രാഹാമിനോടുള്ള സ്നേഹമാണ് ഈ സ്നേഹം എന്ന വാക്കിലൂടെ വെളിപ്പെടുന്നത്. ഇവിടെ ദൈവവചനം പറയുന്നു, അബ്രാഹാം തല പൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിപെട്ട് കിടക്കുന്നു കണ്ടു. അബ്രാഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു എന്ന്. അബ്രാഹാമിനോട് നീ നിൻ്റെ മകൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന് കൽപ്പിക്കുന്ന ദൈവം, ഒപ്പം തന്നെ അവൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ മറ്റൊരു കുഞ്ഞാടിനെ ദൈവം തന്നെ കരുതുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാട്ടിത്തരികയാണ്. എന്താണ്? നീ നിൻ്റെ ബാലൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന് പറയുന്ന ദൈവം. ഇവിടെ ദൈവം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കുഞ്ഞാടിനെ ഇവിടെ കൊണ്ടുവന്ന് അവന് പകരം ബലി കഴിക്കുകയാണ്. ഒരാടിൻ്റെ കൊമ്പ് ഇങ്ങനെ കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ കൊമ്പ് കുരുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അത് തൂങ്ങി നിൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ നാട്ടിലെല്ലാം ആടുകൾ തൂങ്ങി നിൽക്കാറുണ്ട്, പക്ഷെ കഴുത്ത് കുരുങ്ങിയാണ്. പക്ഷേ ഇവിടെ കാണുന്ന ചിത്രം അങ്ങനെ കഴുത്തിൽ കയർ കുരുങ്ങിയല്ല, നേരെ മറിച്ച് കൊമ്പ് കുരുങ്ങി തൂങ്ങി നിൽക്കുന്ന ആട്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ കായ്കളെല്ലാം ഇങ്ങനെ വിരിച്ചു നിൽക്കുന്ന ഒരു ആടിൻ്റെ ചിത്രം യഥാർത്ഥത്തിൽ കാൽവരിയുടെ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ചിത്രമാണ്. എന്തുകൊണ്ട് ദൈവം നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ, നിൻ്റെ ഇസഹാക്കിനെ ബലി കഴിക്കാൻ പറഞ്ഞു? ആ വാക്ക് നമ്മളെല്ലാവരെയും പരിഭ്രമിപ്പിക്കുന്നുണ്ട്. കാരണം അബ്രാഹാമിന് യഥാർത്ഥത്തിൽ 2 മക്കളുണ്ടായിരുന്നു, ഇഷ്മായേലും ഇസഹാക്കും. ഇതിൽ ഇസഹാക്കിനെ ബലി കഴിക്കാൻ പറയുമ്പോൾ, അല്ല ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിലോ അതിലൊരു കുഞ്ഞിനെ ബലി കഴിക്കാൻ പറയുമ്പോൾ അത് ഒരപ്പന് സ്വീകാര്യമായ അക്സെപ്റ്റബിളായൊരു കാര്യമല്ല. എങ്കിലും അബ്രാഹാം അത് സ്വീകരിച്ചുവെങ്കിലും ദൈവവചനം നമ്മെ കാണിക്കുന്നത് ദൈവത്തിന് ഏകജാതനായൊരു മകനുണ്ടായിരുന്നു. ആ ഏകജാതനായ മകനെ നമുക്ക് വേണ്ടി ബലി കഴിക്കുമ്പോൾ ആ സ്വർഗപിതാവിൻ്റെ ഹൃദയത്തിലുള്ള ആ ഹൃദയവേദനയാണ് ഇവിടെ അബ്രാഹാമിൻ്റെ വേദനയിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത്. ഈ മോറിയ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹമെന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ യഥാർത്ഥ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പിതാവിന് നമ്മളോട് തോന്നുന്ന, ദൈവത്തിന് നമ്മളോട് തോന്നുന്ന ആ വലിയ സ്നേഹത്തെയല്ലേ.
യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്തിനു വേണ്ടി നൽകുവാൻ? കാൽവരി ക്രൂശിൽ ബലിയാകുവാൻ തൻ്റെ ഏകജാതനായി പുത്രനെ നൽകുവാൻ തക്കവിധം അവൻ ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, അപ്പോൾ സ്നേഹമെന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്ന ഒരു ബലിയാണ്. ഹൂബോ എന്ന് പറയുന്ന വാക്കിന് സുറിയാനിയിൽ അതിൻ്റെ റൂട്ട് എടുത്ത് പഠിക്കുമ്പോൾ ഹാബ് എന്ന് പറയുന്ന വാക്കാണ്. നൽകുക എന്ന് പറയുന്ന ഒരു വെടുവായിട്ട് ഇത് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്നേഹമെന്ന് പറഞ്ഞാൽ അതൊരു നൽകലാണ്, അതൊരു പ്രവൃത്തിയാണ്. ഇവിടെ തൻ്റെ ഏകജാതനായ പുത്രനെ നാം ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ, നമുക്ക് രക്ഷയുണ്ടാകാൻ വേണ്ടി അവൻ നൽകിയിരിക്കുന്നു. ഇതിലൂടെ അവൻ എന്തെന്ന്, ദൈവം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നാം നമ്മെ സ്നേഹിക്കുന്നതിനപ്പുറം, ഒരപ്പൻ തൻ്റെ മകനെ സ്നേഹിക്കുന്നതിനപ്പുറം നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് ദൈവം എന്ന് വെളിപ്പെടുത്തി തരുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന, ഏറ്റവും വലിയ ത്യാഗം ചെയ്യുന്ന സ്നേഹമാണ് ദൈവമെന്ന് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹമാണ് അവൻ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-9 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷീകരിച്ചത് കാൽവരി ക്രൂശിലാണ്. പ്രിയമുള്ളവരെ, അപ്പം കാൽവരി ക്രൂശ് എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവം എത്രമേൽ നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്ന ഒരിടാണ് ഈ കാൽവരി ക്രൂശിലെ ബലി. അല്ലെങ്കിൽ ഓരോ ബലിയും ഓരോ കുർബാനയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള വലിയ ഒരു സ്നേഹമാണ്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് നമ്മെ തന്നെയും നമുക്കുള്ളതിനെയും ദൈവത്തിന് സമർപ്പിക്കുന്ന ആ സമർപ്പണമാണ് യഥാർത്ഥത്തിലുള്ള കുർബാന, യഥാർത്ഥത്തിലുള്ള ബലി. ഒന്നും നൽകാത്തിടത്ത് ഒരു ബലിയുമില്ല. സ്നേഹം എന്ന് പറയുന്നത് നൽകലാണ്. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വക്താക്കളാകുവാൻ, മറ്റുള്ളവരുടെ ജീവനെ അടർത്തിയെടുക്കുന്ന, മറ്റുള്ളവരെ കാർന്നു തിന്നുന്ന സ്നേഹങ്ങളെ ഈ ലോകത്തിൽ നമ്മൾ കാണുകയാണ്. വ്യാജമായ സ്നേഹം, വിഷലിപ്തമായ സ്നേഹം. ഈ ലോകത്തിൽ പരിശുദ്ധമായ സ്നേഹം ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അത് വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിലൂടെ ആരംഭിച്ച് കാൽവരി ക്രൂശിൽ പൂർത്തിയാക്കപ്പെട്ട് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. മറ്റൊരുവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുന്ന, ഒഴിച്ചു നൽകപ്പെടുന്ന ഒരു വലിയ സ്നേഹം. ആ വലിയ സ്നേഹത്തിൻ്റെ വക്താക്കളാകുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ വലിയ സ്നേഹത്തിന് 2 തലമുണ്ടെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഒന്ന്, അബ്രാഹാം ദൈവത്തെ സ്നേഹിച്ചതുപോലെ പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകളെ ആചരിക്കുക എന്നുള്ളതാണ്. അവൻ്റെ കൽപ്പനകളെ ആചരിച്ച് വിശുദ്ധമായി ജീവിക്കുവാനുള്ള, ദൈവത്തിൻ്റെ വഴിയെ പിന്തുടരുവാനുള്ള ഒന്നാമത്തെ ദൗത്യം. 2-ാമത്തെ സ്നേഹം കർത്താവ് പറഞ്ഞു, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി ലോകത്തിൽ മാറുക. പ്രിയമുള്ളവരെ, സ്നേഹമായ ദൈവത്തെ, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരു ജീവിതമായി തീർന്നുകൊണ്ട് ഈ ലോകത്തിൽ പ്രത്യക്ഷീകരിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. അങ്ങനെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകരും പ്രഘോഷകരും ആയിത്തീരുവാൻ നമുക്കിടയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവം നിങ്ങൾ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.